ഇന്നു നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വ്യത്യസ്തമായ രീതിയിൽ മസാലകൾ ചേർത്ത ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ജോ. വെൽക്കം ടു മൈ ചാനൽ. ക്ലീൻ ആക്കിയ 1/2 കിലോ ചിക്കൻ പീസ് എടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കിയ ശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ചെറുതായി അരിഞ്ഞ മീഡിയം സൈസിലുള്ള സവോള 2 എണ്ണം, വെളുത്തുള്ളി 5 അല്ലി ചെറുതായി ചതച്ചെടുത്തത്, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ പച്ചമുളക് നടുവേ കീറിയത്, കറിവേപ്പില 1 തണ്ട്, കടുക് 1/4 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ. സാധാരണ ചില്ലി പൗഡർ ഉപയോഗിക്കുന്നവർ 1/2 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചാൽ മതിയാകും. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, വീട്ടിൽ പൊടിച്ച ഗരം മസാല 1 ടേബിൾ സ്പൂൺ. എങ്ങനെ ഗുണമേന്മയുള്ള ഗരം മസാല വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നാരങ്ങാനീര് 2 ടീസ്പൂൺ. നാരങ്ങാനീര് ഇല്ലാത്തവർ വിനാഗിരി ഉപയോഗിച്ചാലും മതി. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിക്കുക. സ്പൂണിൻ്റെ മെഷർമെൻറ്റുകൾ പറയുന്നത് മാറിപ്പോകാതെ ശ്രദ്ധിക്കുക. പാചകത്തിൽ തുടക്കക്കാരായ ആളുകൾ മെഷർമെൻറ്റ് സ്പൂണുകൾ വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും. എണ്ണ നന്നായി ചൂടായതിനു ശേഷം എടുത്തു വെച്ചിരിക്കുന്ന കടുക് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിയതിനു ശേഷം ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റുക. അടുത്തതായി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുത്ത് വഴറ്റുക. 2 കീറിയ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ മെഷർമെൻറ്റ് തെറ്റാതെ സൂക്ഷിക്കുക. ഇതേ ഒരു മീഡിയം ലെവൽ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ആവാം. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഏകദേശം 1 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇറച്ചിയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുമുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു 20 സെക്കൻഡ് വഴറ്റുക. അതിനുശേഷം മല്ലിപ്പൊടി ചേർത്തും ഒരു 20 സെക്കൻഡ് വഴറ്റിയെടുക്കുക. അടുത്തതായി കുരുമുളക് പൊടി ചേർത്ത് ഒരു 20 സെക്കൻഡ് വഴറ്റിയെടുക്കുക. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടി ചേർത്ത് ഒരു 20 സെക്കൻഡ് വഴറ്റുക. അവസാനമായി എടുത്തു വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് ഒരു 20 സെക്കൻഡ് വഴറ്റിയെടുക്കുക. ഈ പൊടികളെല്ലാം വഴറ്റിയെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീരില്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി നമുക്ക് 240 മില്ലിയുടെ 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം പാനിൻ്റെ സൈഡിലൂടെ ഒഴിച്ചു കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇളക്കി യോജിപ്പിക്കുവാൻ പാടുള്ളതല്ല. പാൻ അടച്ച് ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിക്കുക. 10 മിനിറ്റിന് ശേഷം പാനിൻ്റെ മൂടി തുറന്ന് ചിക്കൻ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു മീഡിയം ഗ്രേവിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഗ്രേവി കൂടുതൽ വേണ്ടവർക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീണ്ടും പാൻ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതിൻ്റെ റെസിപ്പി വിശദമായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ ഒരു ചിക്കൻ കറിയാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി താഴെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ പ്രചോദനം. സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി കാണും വരെ നമസ്കാരം.